100% ഈ അധിക്ഷേപ പരാമർശങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ നിർത്തണം. എന്തൊരു ചീപ്പാണ് നമ്മൾ. ശങ്കരാടിയിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. എതിർ പാർട്ടിക്കാരെ പെണ്ണ് കേസിൽ പെടുത്തി ഇല്ലാതാക്കണമെന്ന് ശങ്കരാടി പറയുന്നതിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. ഇത് കേരളീയ സമൂഹത്തിന് നാണക്കേടാണ്. ഈ രീതിയിൽ നമ്മൾ മാറണം. കാര്യം ഇങ്ങനെയല്ല നമ്മൾ വികസനത്തിന്റെ, നന്മയുടെ, മതസൗഹാർദ്ദത്തിന്റെ, ഒരുമയുടെ രാഷ്ട്രീയം പറയണം. അല്ലാതെ ഈ രീതിയിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ദൈവത്തെ ഓർത്ത് പറയരുത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ നമ്മൾ കഴിയണം. അതായത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. തീർച്ചയായും ശിക്ഷ ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? കാരണം ഇതിപ്പോൾ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ഒരു വിഷയം. ഈ സ്ത്രീകൾ മാത്രമല്ല, ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാകേണ്ട ഒരു കാര്യം കൂടെയല്ലേ? നമ്മൾ എല്ലാവരും ഈ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതി നമ്മൾ മാറ്റണം. ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും ഒക്കെ ഈ രീതി ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്. ആ നാണക്കേട് നമുക്ക് പാടില്ല. ദൈവത്തെ ഓർത്ത് ഈ രീതിയിൽ നമ്മൾ പോകരുത്. ആശയപരമായി നമ്മൾ തർക്കിക്കണം. അതിശക്തമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടണം. പക്ഷേ ഇനി ഷാഫിയെ പറയുന്നത് തെറ്റല്ലേ? ഷാഫി ബാംഗ്ലൂരിലേക്ക് സ്ത്രീകളെ വിളിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥമാണ്? ചുമ്മാ പറയുന്നു. അപ്പൊ അതും തെറ്റാണ്, ഇതും തെറ്റാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ. ഹലോ, തീർച്ചയായും. അതുപോലെ തന്നെ ഈ കെ രമ അടക്കമുള്ളവർ നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നിരവധി കണ്ടിട്ടുമുണ്ട്. എന്നാൽ അതിലൊന്നും ഒരു നീക്കുപോക്ക് ഉണ്ടായതായി കണ്ടിട്ടില്ല. ആ ഒരു കാര്യം കൂടെ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകേണ്ടതില്ലേ? നീതി ലഭിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായും. എന്താ പറയണേ, ആർക്കെതിരെയാണെങ്കിലും ഒരു കാര്യം കൂടെ, പലപ്പോഴും മാധ്യമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉള്ള അധിക്ഷേപം മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെയല്ല, പുരുഷന്മാർക്കെതിരെയുള്ള അധിക്ഷേപവും ഇതേപോലെ സീരിയസ് ആയിട്ട് എടുക്കണം. കെ രമയ്ക്കാണെങ്കിലും ഷൈൻ ടീച്ചർക്കെതിരെയാണെങ്കിലും ഷാഫിക്കെതിരെയാണെങ്കിലും ഉള്ള അധിക്ഷേപം പാടില്ല എന്ന് ശക്തിയുക്തം നമുക്ക് പറയാൻ കഴിയണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.